ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഒരു ഇന്ത്യൻ പൗരനുണ്ട്. ഇവിടെ വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്ന ജനങ്ങളുണ്ട്. അവരുടെ ആരാധനാലയങ്ങളുണ്ട്. വ്യത്യസ്തമായ ആരാധന മുറകളുണ്ട്. ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവരും ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. അവിടെ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. വിവാദങ്ങൾ ഉണ്ടാക്കുകയോ ഉണ്ടാക്കപ്പെടുകയോ ചെയ്യുന്നത്. ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്ത് ആ സംസ്ഥാനം ഭരിക്കുന്നത് BJP ആണ്. അവിടെ മതപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ മറ്റ് സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ബിസിനസ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടോ 2 സ്ത്രീകൾ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവർ സാധാരണ സ്ത്രീകളല്ല, കന്യാസ്ത്രീകളാണ്. ക്രൈസ്തവ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ മണവാട്ടികളായി യേശുക്രിസ്തുവിന്റെ അഭിപ്രായങ്ങളെ, യേശുക്രിസ്തുവിന്റെ ആശയങ്ങളെ, ആദർശങ്ങളെ ജനങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിന് ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന 2 പേരാണ് അവർ, കന്യാസ്ത്രീകൾ. അവരിന്ന് ജയിലിലാണ്. അവർ ജയിലിലാവേണ്ടുന്ന സാഹചര്യം എന്താണ്? അവർ രാഷ്ട്രീയ പ്രവർത്തകരല്ല. സാധാരണ ജയിലിലാവുന്നത് രാഷ്ട്രീയ പ്രവർത്തകരാണ്. അതല്ലെങ്കിൽ അതുപോലുള്ള മറ്റേതെങ്കിലും വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ അതല്ലെങ്കിൽ മറ്റു കുറ്റങ്ങൾ ഏർപ്പെടുകയോ ചെയ്യുന്നവരൊക്കെയാണ് അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലാവുകയും ഒക്കെ ചെയ്യുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അവരുടെ മതപ്രവർത്തനത്തിന്റെ ഭാഗമായോ അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ ഭാഗമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ത്തിന്റെ ഭാഗമായോ അവരെ ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്തിൽ എത്തുകയും അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിന്ന് ഇന്ത്യയിലാകമാനം വിവാദമായിരിക്കുന്നു. 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നു. ആ നിലയിലാണത് വിവാദമായിരിക്കുന്നത്. മാത്രവുമല്ല, പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ഈ കന്യാസ്ത്രീകളോടൊപ്പം 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ അവരിലെന്തോ സംശയം തോന്നിയത് കൊണ്ടാവണം റെയിൽവേ പോലീസ് അവരെ സമീപിക്കുകയും അവരുടെ യാത്രാരേഖകൾ, ടിക്കറ്റോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റോ ആവശ്യപ്പെടുകയും ചെയ്തത്. ഇത് രണ്ടും ആ പെൺകുട്ടികൾക്ക് ആ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ റെയിൽവേ പോലീസിനെ കാണിക്കാൻ കഴിഞ്ഞില്ല. മറ്റ് രേഖകൾ ചോദിച്ചു, ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ ചോദിച്ചപ്പോൾ അതും അവർക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല. അവരെ എന്തിനു വന്നു എന്ന് ചോദിച്ചപ്പോൾ കന്യാസ്ത്രീകളോടൊപ്പം വന്നതാണ് എന്നാണ് അവർ മൊഴി നൽകിയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാവാം കന്യാസ്ത്രീകളെ കസ്റ്റഡിയിൽ എടുക്കുകയും കോടതിയിൽ ഹാജരാക്കുകയും അവരെ റിമാൻഡ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ NIA ആ കേസ് കൈമാറുന്നു എന്നറിയുന്നു. എന്തായാലും അതിനെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഏറ്റെടുത്ത് കഴിഞ്ഞു. അവരുടേതായ ന്യായീകരണങ്ങളിൽ നിന്നുകൊണ്ട് പ്രസ്താവനകൾ ദിവസവും പുറപ്പെടുവിക്കുകയും ചെയ്തു. മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടികളുടെ ലോകസഭ അംഗങ്ങൾ, പാർലമെന്റ് അംഗങ്ങൾ ജയിലിൽ ഈ കന്യാസ്ത്രീകളെ സന്ദർശിക്കുകയും അവർക്ക് അവിടെ നേടേണ്ടി വരുന്ന അല്ലെങ്കിൽ നേടേണ്ടി വന്ന എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. പക്ഷേ കന്യാസ്ത്രീകളെ കാണാൻ ഇടതുപക്ഷ MP-മാരെ അനുവദിച്ചില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ആ വിവാദം ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. അതിന്റെ
പരിണിതപരമായ അവസാനം എന്താവുമെന്ന് നോക്കിയിരുന്ന് കാണുകയെ മാർഗമുള്ളൂ. മതപരിവർത്തനം നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ നിയമപരമായോ അല്ലാതെയോ ഇന്ത്യയിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോഴെല്ലാം ചെറുതും വലുതുമായ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോഴും ഉണ്ടായി എന്ന നിലയിൽ അതിനെ ഗൗരവം കൊടുക്കാതെ നിയമപരമായി അവർ ഇരുഭാഗത്തും നിന്നുകൊണ്ട് നിയമപരമായി അത് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നു. അതിനെ രാഷ്ട്രീയപരമായി രാഷ്ട്രീയ ചിത്രം കൊടുക്കാനോ വിവാദമാക്കാനോ പോകാൻ പാടില്ലായിരുന്നു എന്നാണ് ഈ അവസരത്തിൽ കേരള കോൺഗ്രസിന് പറയാനുള്ളത്.